ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സൺഡേ മോർണിംഗ് ആണ് കേട്ടോ. ഇവിടെ ഇപ്പം നമ്മുടെ വിൻ്ററിൻ്റെ ഒഫീഷ്യലായിട്ട് ഫസ്റ്റ് സ്നോ പെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ. ഈ എക്സൈറ്റ്മെൻറ്റ് ആദ്യത്തെ സ്നോയിലേ ഉള്ളൂ, പിന്നെ അങ്ങോട്ട് അത്ര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ 20 കിലോമീറ്റർ വണ്ടി ഓടിച്ച് പോകുന്നത് ബീഫ് വാങ്ങിക്കാനാണ്. ബീഫ് വാങ്ങിക്കാൻ പോണത് ഇക്ബാൽ ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മൾ വീട്ടിൽ നിന്ന് ടുവേർഡ്സ് ദി ഈസ്റ്റ് ഡ്രൈവ് ചെയ്ത് പോകണം. അപ്പോൾ വീടിനടുത്ത് കടകളൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല, ബട്ട് ഇവിടുത്തെ ബീഫിന് ഒരു പ്രത്യേകതയുണ്ട്. ബിക്കോസ് നമ്മുടെ നാട്ടിലെ ബീഫിൻ്റെ എന്തൊക്കെയൊക്കെയോ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഇവിടുന്ന് ബീഫ് വാങ്ങിച്ച് കഴിച്ചാൽ. അപ്പം നല്ല സ്നോഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വാങ്ങുന്നത് ബീഫ് വന്നിട്ട് ബീഫ് വിത്ത് ബോണാണ്. പിന്നെ അവരുടെ അടുത്ത് പറയുന്ന രീതിയിൽ അവരത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ നമുക്ക് തരും. പിന്നെ കുറേ നാളെ അവിയൽ ഉണ്ടാക്കിയിട്ട്, സോ അവിയലിന് വേണ്ട കുറച്ച് വെജിറ്റബിൾസും കൂടെ ഞാൻ അവിടെ നിന്ന് എടുത്തു. പിന്നെ ഇവിടെ പല ടൈപ്പ് ചപ്പാത്തി പറാട്ടാസും കിട്ടും. അപ്പോൾ അതും ഒരു പാക്കറ്റ് നമ്മൾ എടുത്തു. എന്നിട്ട് അവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ നെക്സ്റ്റ് പോയത് ഈ ചായ്വാലയിലാണ്. ഈ ഗ്രോസറി കടയുടെ തൊട്ടിപ്പുറത്താണ് കേട്ടോ ചായ്വാല. നമ്മളെപ്പോഴൊക്കെ ഈ ഇക്ബാൽ ഫുഡ്സിൽ വന്നാലും അപ്പോഴൊക്കെ നമ്മളിവിടെ കയറി ചായയും കടിയും പറയാറുണ്ട്. അപ്പോൾ അത് അതിൻ്റെ വക എൻ്റർടൈൻമെൻറ്റിന് കുറവൊന്നുമില്ല. അവിടെ നിന്ന് ഡാൻസോ കാര്യങ്ങളോ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവരെ രണ്ടുപേരെയും വിളിച്ച് കുറച്ച് നേരം കത്തി വെച്ചു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. നമ്മൾ ഇവിടുന്ന് എപ്പോഴും കുടിക്കാറുള്ളത് കറക് ചായയാണ്, അത് അടിപൊളിയാട്ടോ. പിന്നെ നമ്മൾ ഈസ്റ്റിൽ നിന്ന് നമ്മൾ ഡ്രൈവ് ചെയ്ത് വെസ്റ്റിലേക്കാണ് പോയത്. അതുകൊണ്ടായിരുന്നു ഒരു അരമണിക്കൂർ ഡ്രൈവ്. കാരണം നമ്മൾ ഈ ഒരു നമ്മുടെ കേരള ഗ്രോസറി കടയിൽ വന്നിട്ട് ഈ ഒരു നൂൽ പൊറോട്ട വാങ്ങിക്കാനാണ്. ഇവിടുത്തെ നൂൽ പൊറോട്ട സോ ഗുഡ്, ഫ്രോസൺ ആണെങ്കിലും നല്ലതാണ്. അപ്പം അതും വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.